91 I went as ADC to governor. Then അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടെ നേവൽ ADC കൂടെയുണ്ട്. അപ്പം 2 ADC ഉണ്ടെങ്കിൽ കംഫർട്ടബിൾ ആണ്. ഒരു ADC ഉണ്ടെങ്കിൽ നമ്മൾ കെട്ടിയിട്ട നായയുടെ പോലെയാണ്. കാരണം എന്ന് വെച്ചാൽ എപ്പോഴും അവിടെ ഉണ്ടാകണം, നമുക്ക് വേറെ ഒന്നും അങ്ങനെ ചെയ്യാൻ പറ്റില്ല, പുറത്തു പോകാനൊന്നും പറ്റില്ല, ലീവ് എടുക്കാനും പറ്റില്ല. 2 പേരുണ്ടെങ്കിൽ അങ്ങോട്ട് ഇങ്ങോട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നല്ലൊരു ലൈബ്രറി ഉണ്ടായിരുന്നു, നന്നായിട്ട് വായിക്കാനൊക്കെ പറ്റുമായിരുന്നു. മാത്രമല്ല ഗവർണർ അല്പാസുഖം ഉള്ളതായതുകൊണ്ട് ടൂറൊക്കെ കുറവായിരുന്നു. ഇൻഫാക്ട് ഹി വാസ് ഗിവൺ ചാർജ് ഓഫ് ഗോവ ആൾസോ. 2-3 മാസം ഗോവയിലൊക്കെ പോയി താമസിക്കേണ്ടി വന്നായിരുന്നു. പക്ഷെ ആ പീരീഡിലാണ് ഞാൻ ശരിക്കും വായിക്കുന്നതും. ഇൻഫാക്ട് ഒരു അത്തയിസ്റ്റും എന്താ പറയുന്നത്, ശരിക്കും ഒരു നിരീശ്വരവാദിയൊക്കെ ആയിരുന്ന ഞാൻ ആ കാലഘട്ടത്തിലാണ് എൻ്റെ ആധ്യാത്മികതയിലേക്ക് തിരിഞ്ഞു വരുന്നത്. ഞാൻ ഇരുന്ന സ്ഥലങ്ങളിലൊന്നും ഞാൻ അമ്പലങ്ങളിൽ പോകാറില്ല. ഇപ്പം ജഗന്നാഥ ക്ഷേത്രത്തിൻ്റെ അതിൻ്റെ ഉള്ളിൽ ഞാൻ അന്ന് കയറിയിട്ടില്ല, പുറത്താണ് സംഭവം നടക്കുന്നത്. അതുപോലെ കണ്ണൂരുണ്ടായിരുന്ന ക്ഷേത്രങ്ങളിലൊന്നും നമ്മൾ പോകാറില്ല. കാരണം ഐ വാസ് എൻ അത്തയിസ്റ്റ് അബ്സല്യൂട്ട്ലി. ഇരിഞ്ഞാലക്കുടയിലൊക്കെ പഠിക്കുന്ന സമയം നമ്മൾ MC ജോസഫ് എന്ന് പറയുന്ന, അന്ന് അദ്ദേഹം ജീവിച്ചിരിപ്പുണ്ട്, അദ്ദേഹത്തിൻ്റെ വീട്ടിലൊക്കെ പോയി. അപ്പോൾ അദ്ദേഹമൊക്കെ ആയിട്ട് ഡിസ്കസ് ചെയ്ത്, അദ്ദേഹം ഓൾഡാണ് എന്നാലും എട്ടിക്കോരിൻ്റെ പുസ്തകങ്ങളൊക്കെ വായിച്ച് അങ്ങനെ നടക്കുന്നൊരു സമയമാണ്. ഇവിടെ വന്നപ്പോൾ ഇതുപോലെ കുറേ അധികം പുസ്തകങ്ങളും ഒക്കെ വായിക്കാനും എല്ലാ അവസരം കിട്ടിയോണ്ട് നമ്മൾ പതുക്കെ ഐ ചേഞ്ച് ഇൻ ടു അനദർ ഒരു എന്താ പറയുന്നത്, നമ്മുടെ പൂർവാശ്രമം വിട്ട് പുതിയ ആശ്രമത്തിലേക്ക് അങ്ങനെ മാറിപ്പോയി.